നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സംഘർഷം മുറുകുന്നതിനിടെ മേഖലയിൽ നടക്കുന്ന ചില മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ച് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു. ഇറാൻ നടത്തിയതെന്ന് പറയപ്പെടുന്ന പല ആക്രമണങ്ങളും വാസ്തവത്തിൽ ഇറാന്റെ മേൽ കുറ്റം ചുമത്തി യുദ്ധം വ്യാപിപ്പിക്കാൻ നടത്തുന്ന ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനുകളാണെന്ന വാദമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. സഖ്യകക്ഷികളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനും ഇറാന്റെ സൈനിക പ്രഹരശേഷിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും ബോധപൂർവം മെനഞ്ഞെടുത്ത തന്ത്രങ്ങളാണോ ഇവയെന്നാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിശകലന വിദഗ്ധർ ഇപ്പോൾ സംശയിക്കുന്നത്. ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപം നടന്ന സ്ഫോടനവും അതിലൂടെ സിവിലിയന്മാർക്ക് പരിക്കേറ്റതുമാണ് ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. തുടക്കത്തിൽ ഇത് ഇറാനിയൻ ഡ്രോൺ ആക്രമണമാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ജനവാസ മേഖലയിൽ വീണത് ഇറാനിയൻ മിസൈലല്ല, മറിച്ച് അമേരിക്കയുടെ തന്നെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലാണ് ഇതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലും ഇറാന്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷിയിലുള്ള US-UK സൈനിക താവളത്തിന് നേരെ ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടുവെന്ന ആരോപണവും സമാനമായ രീതിയിൽ സംശയിക്കപ്പെടുന്നു. ഇറാന്റെ മിസൈലുകൾക്ക് 4000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ട് എന്നും അത് യൂറോപ്പിന് ഭീഷണിയാണെന്നും സ്ഥാപിക്കാനാണ് അമേരിക്ക ഈ സംഭവം ഉയർത്തിക്കാട്ടിയത്. എന്നാൽ തങ്ങൾ ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കി. യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ അംഗങ്ങളെയും യുദ്ധത്തിൽ പങ്കാളികളാക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത വാർത്തയാണിതെന്ന് ഇറാൻ ആരോപിക്കുന്നു. സമാനമായ രീതിയിൽ തുർക്കിയുടെ ആകാശ പരിധിയിൽ കണ്ടെത്തിയ മിസൈലുകളും തങ്ങളുടേതല്ലെന്നും ചാരതന്ത്രമാണിതെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത് അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുക എന്നത് ഇറാന്റെ നയമല്ല എന്നാണ്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം കേവലം മിസൈലുകൾ കൊണ്ടുള്ള യുദ്ധം മാത്രമല്ല, മറിച്ച് വിവരസാങ്കേതിക വിദ്യയും ചാരതന്ത്രവും ഉപയോഗിച്ചുള്ള നിഴൽ യുദ്ധം കൂടിയായി മാറിയിരിക്കുന്നു. ഓരോ ആക്രമണത്തിന് പിന്നിലെയും യാഥാർത്ഥ്യം കണ്ടെത്തുവാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്മേൽ വലിയ സമ്മർദ്ദമാണുള്ളത്. യുദ്ധം വ്യാപിക്കാൻ താല്പര്യമുള്ള ശക്തികൾ നടത്തുന്ന ഇത്തരം ഗൂഢനീക്കങ്ങൾ തിരിച്ചറിയപ്പെടാതിരുന്നാൽ അത് ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ കൃത്യമായ തെളിവുകളുടെയും നിഷ്പക്ഷമായ അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണം ലോകം വിലയിരുത്താൻ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.